നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രൂപേഷേട്ടന് പോലും ഹൽദിക്ക് ഒരുങ്ങാൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്കും ശ്രേയയ്ക്കും പോലും ഒരുങ്ങാൻ പ്രത്യേകം ബ്യൂട്ടീഷ്യനൊക്കെ ഉണ്ടായിരുന്നു. നോക്ക്, ഇവിടെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാ. ഒരു സഹായത്തിന് എനിക്കൊരു ഫ്രണ്ട് പോലും ഇല്ല. ശരിക്കും ഇവിടെ ഹൽദി നടക്കുവോ? ഒരു ഒച്ചയോ അനക്കോ ഒന്നുമില്ല. ഇതൊരു കല്യാണ വീടാണെന്ന് പറയാൻ പോലും പറ്റില്ല. ഒരാളുടെ അല്ല, 2 പേരുടെ കല്യാണം നടക്കുന്ന സ്ഥലാ. ഞാനും അത് പറയാനാ ഇങ്ങോട്ട് വന്നത്. ഈ ഹൽദി ചിലപ്പോൾ നടന്നേക്കും, പക്ഷേ കല്യാണം നടക്കുമെന്ന് എനിക്കിനി ഒരു ഉറപ്പുമില്ല. അതെന്താ നിഖിലേട്ടൻ അങ്ങനെ പറഞ്ഞ? വേറെ ആരും കേൾക്കാത്തത് ഭാഗ്യം. എന്താ നിഖിലേട്ടൻ അങ്ങനെ തോന്നി? ശ്രേയ കല്യാണം മുടക്കുന്നെങ്ങനെ പറഞ്ഞോ? അന്ന് രൂപേഷേട്ടന്റെ കല്യാണം നടന്നപ്പോഴും ആദ്യത്തെ തവണ മുടങ്ങിയപ്പോഴൊന്നും നിഖിലേട്ടൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. എന്തൊക്കെ തടസ്സങ്ങളായിരുന്നെന്നറിയോ? ഒന്ന് സോൾവ് ചെയ്യുമ്പോ അടുത്തത്. അതുകൊണ്ടാ എനിക്ക് പേടി. ഈ ശ്രേയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരും. അപ്പോഴാ എന്റെ തനി സ്വഭാവം ഇനി പുറത്തു വരാൻ പോകുന്ന. അല്ല, ഹൽദി വൈകുന്നേരമല്ലേ, അതിനിയും ഇഷ്ടംപോലെ സമയം കിടക്കുമല്ലേ. ഇപ്പോഴത്തെ പ്രശ്നം ശ്രേയൊന്നുമല്ല, എൻ്റെ അച്ഛനും അമ്മയാ. കുറച്ചു മുമ്പ് അമ്മ എൻ്റെ അടുത്ത് വന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് പോയി. ഈ കല്യാണം നടന്ന എൻ്റെ ലൈഫ് അവതാളത്തിലാവുന്നൊരു ഭീഷണി.